മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മാർക്കോ വന്ന് മേഘനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. അതായത് എങ്ങനെയാണ് തൻ്റെ വണ്ടിയിൽ കഞ്ചാവ് വന്നെന്നുള്ള സത്യം മനസ്സിലാക്കി മേഘൻ ആകെ തകർന്നു. അതായത് സാഗറിനെ കൊടുക്കാൻ വേണ്ടി താൻ ആരെയാണോ കണ്ടേ അവൻ കാരണമാണ് താനും ഇപ്പം ജയിലിലാകാൻ കാരണം എന്ന് മനസ്സിലാക്കിയ മേഘൻ ആകെ തകർന്നു നിൽക്കുന്ന സമയത്താണ് സാഗറും വന്ന് കണ്ടവനെ വെല്ലുവിളിക്കുന്നത്. ഇത്രയും നാൾ തൻ്റെ അടിയൊക്കെ ഞാൻ ഏറ്റുവാങ്ങിയിരുന്നു, പക്ഷേ തല്ലി തോൽപ്പിക്കാനായില്ലെങ്കിൽ പോലും ഒരു തല്ലെങ്കിലും നിന്നെ ഇനി ഞാൻ തിരിച്ചടിച്ചിരിക്കും. അതെൻ്റെ വാശിയാണ്. കണ്ണേട്ടനും മഹാലക്ഷ്മി ഏട്ടത്തെയും മഞ്ജുവിന് ജോലി കൊടുക്കാൻ ഓഫർ ചെയ്തിട്ട് പോലും തങ്ങൾ ആ ജോലി മേടിക്കാതിരുന്നത് അധ്വാനിച്ച് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് മേഘനെ വെല്ലുവിളിച്ചു പോകുന്ന സമയത്ത് മേഘൻ എല്ലാം കൊണ്ട് തകർന്നു നിൽക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ മാർക്കോയാണെങ്കിൽ സാഗറിനോട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സാഗർ പറയുന്നുണ്ട്, തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയാൽ പോലും താനിനി അതിന് പോകാൻ താല്പര്യപ്പെടുന്നില്ല, കാരണം തന്നെ സാറ് പോലും വിശ്വസിച്ചിരുന്നില്ലല്ലോ എന്ന് പറയുമ്പം മാർക്കോ പറയുന്നുണ്ട്, ഈ സത്യം കണ്ടുപിടിച്ചത് ആരാണെന്ന് തനിക്കറിയാമോ? ഞാനോ എൻ്റെ കൂട്ടരോ അല്ല, തോമസ് സാറാണ് തൻ്റെ നിരപരാധിത്വം ആദ്യമായി കണ്ടുപിടിച്ചെന്നുള്ള കാര്യം മനസ്സിലാക്കി സാഗറിന് തോമസ് സാറിനോടുള്ള ദേഷ്യമൊക്കെ മാറുന്നുണ്ട്. തോമസ് സാറ് ആ CCTV ദൃശ്യങ്ങൾ കളക്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ മേഘൻ ഒരുക്കിയ കെണിയിൽ താനായിരുന്നു അകത്തു പോകേണ്ടതെന്ന് മനസ്സിലാക്കിയ സാഗറാണെങ്കിൽ മാർക്കോയോട് നന്ദി പറയുന്നുണ്ട്. മാത്രമല്ല തോമസ് സാറിനോട് മനസ്സാൽ നന്ദി പറയുന്നു. ഇനി സാഗറും മഞ്ജുവും വിഷമിക്കേണ്ട, കണ്ണനും മഹാലക്ഷ്മി ഏട്ടത്തിയും നിങ്ങളോടുള്ള എല്ലാ വിരോധവും മാറ്റി നിങ്ങളുമായി ഇനി സഹകരിക്കുമെന്നും തങ്ങളിപ്പോൾ മലയ്ക്ക് പോകാൻ മാലയിട്ടിട്ടുണ്ട്, താല്പര്യമുണ്ടെങ്കിൽ തനിക്കും ഞങ്ങളോടൊപ്പം വരാമെന്ന് പറയുമ്പോൾ സാഗർ പറയുന്നു, ഞാൻ കൂടെ വന്നാൽ അത് കണ്ണ സാറിന് ഇഷ്ടപ്പെടുമോ? തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ കാര്യത്തിൽ നീ തെറ്റുകാരനല്ലെന്ന് മനസ്സിലാക്കിയാൽ നിന്നെ ഉൾക്കൊള്ളുമെന്നാണ് കണ്ണ സാറും മഹാലക്ഷ്മി ഏട്ടത്തിയും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ നിന്നെ പരിഗണിക്കും. എങ്കിലും അവരുടെ ആശ്രയത്തിൽ ജീവിക്കാതെ ഇപ്പോൾ ജീവിക്കുന്നത് പോലെ അധ്വാനിച്ച് ജീവിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. ഇത് ഞാൻ പറയുന്ന വെറും ഒരു സജഷനാണ്, വേണമെങ്കിൽ സ്വീകരിക്കാം എന്നൊക്കെ മാർക്കോ പറയുന്ന സമയത്ത് സാഗറും പറയുന്നുണ്ട്, തീർച്ചയായിട്ടും അധ്വാനിച്ച് ജീവിക്കാൻ തന്നെയാണ് എനിക്ക് താല്പര്യം. ആരുടെയും സ്വത്തും മുതലും ഒന്നും മോഹിച്ചല്ല ഞാൻ അവരോടൊപ്പം പറ്റിച്ചേർന്ന് നിൽക്കുന്നത്. എനിക്കൊരു ചീത്ത ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. അധ്വാനിച്ച് ജീവിക്കാൻ തന്നെയാണ് താല്പര്യമെന്ന് പറയുമ്പം അങ്ങനെ മാർക്കോയുടെ ആ നിർദ്ദേശപ്രകാരം നമ്മുടെ സാഗറാണെങ്കിൽ മലയ്ക്ക് പോകാൻ മാലയൊക്കെ ഇടുന്നുണ്ട്. മഞ്ജുവിന് ഒരുപാട് സന്തോഷമാകുന്നു. ഇത്രയും നാൾ തങ്ങളെ അകറ്റി നിർത്തിയ കണ്ണേട്ടനും മഹാലക്ഷ്മി ഏട്ടത്തെയും തങ്ങളെ പരിഗണിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ള സന്തോഷമാണ്. അതും കൂടി ആകുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ശത്രുക്കൾക്ക് ആകെ തകരുന്നു എന്ന് തന്നെ പറയാം. പ്രതാപനും കരുണയും മുത്തശ്ശിയും ദുർഗയും ഉണ്ണിയൊക്കെ കണ്ട സ്വപ്നങ്ങൾ നടന്നില്ലെന്ന് മാത്രമല്ല, തങ്ങൾ ശത്രുപക്ഷത്ത് കണ്ടിരുന്ന മഞ്ജുവിനെ സാഗറിനെ ഇപ്പോൾ കണ്ണേട്ടനും മഹാലക്ഷ്മി ഏട്ടത്തെയും അംഗീകരിച്ചും തുടങ്ങിയിരിക്കുന്നു. ഉണ്ണിയാണെങ്കിൽ കരുണയെ കാണാൻ കരുണാലയത്തിലേക്ക് ചെല്ലുന്നുണ്ട്. എത്രയും പെട്ടെന്ന് കരുണയെ കൂട്ടിക്കൊണ്ട് കമലേശ്വരം തറവാട്ടിലേക്ക് പോകാനാണ് ഉണ്ണി ആഗ്രഹിക്കുന്നത്. എന്നാൽ കണ്ണനും മഹാലക്ഷ്മിയുള്ള വീട്ടിലേക്ക് പോകാൻ പോലും കരുണ ആഗ്രഹിക്കുന്നില്ല. അവരെ ഇല്ലാതാക്കാൻ പോയിട്ട് തൻ്റെ കുഞ്ഞാണ് നഷ്ടമായത്. അതുകൊണ്ട് കുഞ്ഞ് നഷ്ടമായ എനിക്ക് ആരെ എന്തും ചെയ്യാനും ഒരു ദാക്ഷിണ്യം കാണിക്കില്ല. കരുണയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ പ്രതാപൻ ഉണ്ണിയോട് പറഞ്ഞിരുന്നു, തങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരമായി പോയി ഉണ്ണിയും കൊണ്ട് കരുണയെ വിവാഹം കഴിപ്പിച്ചേ എന്നുള്ള ആ അർത്ഥത്തിൽ തന്നെ കരുണ ഉണ്ണിയോട് സംസാരിക്കുന്നു. എനിക്ക് ചേർന്ന ഒരു ബന്ധമേ ആയിരുന്നില്ല ഇത്, അത് വൈകിയാണ് ഞാൻ തിരിച്ചറിഞ്ഞത് പോലും. അപ്പോഴത്തേക്കും എൻ്റെ വയറ്റിലൊരു കുഞ്ഞ് ജനിച്ചിരുന്നു. അതിൻ്റെ പേര് ഈ ബന്ധം ഉപേക്ഷിക്കാൻ എന്നെ കൊണ്ടാകില്ലായിരുന്നു. ഇനി വേണ്ടി വന്നാൽ എൻ്റെ കഴുത്തിലെ ഈ താലി ചരട് പൊട്ടിച്ച് കളയാൻ പോലും ഞാൻ മടിക്കില്ല. അങ്ങനെ പൊട്ടിച്ച് കളയുന്നതിന് മുമ്പിട്ട് അവളുടെ കഴുത്തിലെ താലി ചരട് ഞാൻ പൊട്ടിച്ചിരിക്കും. അതെൻ്റെ വാശിയാണ്. ഞാൻ മഹാറാണിയെ പോലെ ജീവിക്കുമെന്ന് പ്രതീക്ഷിച്ചു പോയ വീട്ടിൽ അവളിപ്പോൾ മഹാറാണിയായിട്ട് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഉണ്ണി ആകെ ഷോക്കാകുന്നു. ഇങ്ങനെയൊക്കെ പോകുകയാണെങ്കിൽ തനിക്ക് തൻ്റെ ഭാര്യ നഷ്ടമാകുമെന്ന് എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കുന്നുണ്ട് ഉണ്ണി. കാരണം കള്ളം പറഞ്ഞാണ് ഈ വിവാഹം നടത്തിയിരിക്കുന്നത്. കുഞ്ഞുണ്ടായതിൻ്റെ പേര് അഡ്ജസ്റ്റ് ചെയ്ത് കരുണ ഇത്രയും നാളും തന്നോടൊപ്പം ജീവിക്കുകയും ചെയ്തിരുന്നു. ഇപ്പം സത്യങ്ങളൊക്കെ മനസ്സിലാക്കി കുഞ്ഞു നഷ്ടമായ സ്ഥിതിക്ക് തന്നെ പോലും ഉപേക്ഷിക്കാൻ തയ്യാറായി നിൽക്കുന്ന കരുണയെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് ഉണ്ണിക്കും അറിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉണ്ണി പ്രതാപനോട് സംസാരിക്കാൻ പോകുന്നുണ്ട്. കരുണ ഇതുപോലൊക്കെ തന്നോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ മോള് പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത്? മഹാലക്ഷ്മി അവിടെ മഹാറാണിയായിട്ട് ജീവിക്കുന്നിടത്തോളം കാലം എൻ്റെ മോൾ അവളുടെ മുമ്പിൽ വേലക്കാരിയായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവൾ തീരുമാനിച്ചതിൽ യാതൊരു തെറ്റുമില്ല. പിന്നെ നീ ഒരു കാര്യം ഓർത്തോ, മഹാലക്ഷ്മിയുടെ കയ്യിൽ ആ അയ്യപ്പ വിഗ്രഹം ഉള്ളിടത്തോളം കാലം അവളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല.
അവളുടെ ജീവിതത്തിലെ വെച്ചടി കയറ്റങ്ങൾ കണ്ട് എൻ്റെ മോൾ ദുഃഖിക്കാൻ മാത്രമേ സമയം കാണുള്ളൂ. നീ ഒരു കാര്യം ഓർത്തോ, ആ അയ്യപ്പൻ്റെ വിഗ്രഹം എന്ന് അവളുടെ കയ്യിൽ നിന്ന് നഷ്ടമാകുന്നു, അതിനുശേഷം മാത്രമേ നമുക്ക് അവളെ തകർക്കാൻ പറ്റൂ. ആദ്യം നീ ആ അയ്യപ്പൻ്റെ വിഗ്രഹം അവിടുന്ന് എടുത്തു മാറ്റ്. അതിനുശേഷം എൻ്റെ മോൾ അങ്ങോട്ടേക്ക് വരണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കാം എന്ന് പ്രതാപൻ പറയുന്നത് കേട്ടിട്ട് നമ്മുടെ ഉണ്ണി ഇനി ആ അയ്യപ്പൻ്റെ വിഗ്രഹം പൂജാമുറിയിൽ നിന്ന് എടുത്തു മാറ്റാൻ പോകുന്ന ആ നിമിഷങ്ങളാണ് വരാൻ പോകുന്നത്. ഒരിക്കൽ അയ്യപ്പൻ്റെ വിഗ്രഹം പൂജാമുറിയിൽ നിന്ന് എടുത്തു മാറ്റാൻ പോയ ദുർഗയ്ക്ക് കയ്യിൽ ഷോക്ക് അടിക്കുന്നത് പോലെ ഒരു ഫീലിങ്സ് ഉണ്ടായി. ഇനി ഉണ്ണിക്ക് എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം.